നമ്മുടെ പ്രയാൺകുട്ടനെ കാണാൻ പോയപ്പോൾ അവിടെ തിരുവമണ്ടൂർ എന്ന് പറഞ്ഞാലേ ചാമ്പക്കയുടെ കേന്ദ്രമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഞങ്ങൾ കുറേ ചാമ്പക്ക പറിച്ചുകൊണ്ട് വന്നു. കണ്ടോ, ഓഹ് ഇഷ്ടം പോലെ ഉണ്ട്. നീ ഇതൊന്ന് കഴുകണം വൃത്തിയായിട്ട്. ആദ്യം ഇതിനകത്തെ വേസ്റ്റ് ഇലയെല്ലാം കളഞ്ഞ് ചീത്തയായതെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് അച്ചാർ വെക്കാം. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പെറുക്കിക്കൊണ്ട് വന്നത്. കുറേ എണ്ണം പിള്ളേർക്ക് തിന്നാനും കൊടുക്കണം, പിന്നെ കുറച്ച് കണ്ണന് കൊടുക്കണം, മാളുവിന് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ബാക്കിയുള്ളത് നമുക്ക് ചാമ്പയ്ക്ക അച്ചാർ. അതിന് വേണ്ടിയാണ് ഇത്രയും കൊണ്ടുവന്നത്. നല്ല അടിപൊളി ചാമ്പയ്ക്ക കണ്ടോ. ചേച്ചിയുടെ അവിടെ നിറച്ച് ചാമ്പയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണേ. ഈ ചാമ്പയ്ക്ക ഇങ്ങനെ കുറച്ച് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി തിന്നാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് ചാമ്പയ്ക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി അതിനകത്തെ കുരുവും കറുത്തത് പൊടിയും എല്ലാം കളഞ്ഞ് ഇതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പുരട്ടി കഴിച്ചു. ഓ എന്നാ ടേസ്റ്റായിരുന്നെന്നോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാളുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക. അങ്ങനെ അവൾ വന്നപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ചാമ്പയ്ക്ക ഇല്ലേ, കുറച്ചെടുത്ത് അച്ചാറും വെച്ചു. പിന്നെ 2 കൂട്ടർക്കും കുറേശ്ശെ പച്ചയ്ക്കും കൊടുത്തു. എല്ലാവർക്കും ഇത് വെറുതെ ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം അച്ചാറുണ്ടാക്കുന്നതിനെക്കാട്ടിൽ. അപ്പം എനിക്കും കുറച്ച് അച്ചാറിടണം അങ്ങനെ വിചാരിച്ചാണോ. ചാമ്പ മരത്തെ ശരിക്കും ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ച് ചാമ്പയ്ക്ക. ഇതായില്ല ശരിക്കും പറഞ്ഞാൽ, കുറച്ചും കൂടെ വിളയാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറിച്ചപ്പോൾ നമുക്ക് വിളഞ്ഞത് മാത്രം നോക്കി പറിക്കാനൊക്കത്തില്ലല്ലോ. അങ്ങനെ വലിയ മരമാണേ. അങ്ങനെ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നാൽ കണ്ടോ. എന്നിട്ട് ഞാനതെല്ലാം ഉപ്പും വെളിച്ചെണ്ണ എല്ലാം പറ്റി മാളുവിനും കൊണ്ട് കൊടുത്തു. വേണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണമെന്ന് മാളു കഴിക്കുന്ന ചാമ്പയ്ക്കയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ കുഴച്ച് അല്ലേ മാളു? ഒരെണ്ണെടുത്ത് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ആ ഉപ്പ ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? എരിവ് കൂടുതലുണ്ടോ? കഴിക്കേ. കൊള്ളാവോ? സൂപ്പറാണോ? ആ കൊള്ളാം അല്ലേ. മാളുവിന് ഭയങ്കര ഇഷ്ടമാണോ ചാമ്പയ്ക്ക? തിരുവമണ്ടൂരിൽ നിന്ന് കലപ്പേരമ്മയുടെ അവിടെ നിന്ന് ഞങ്ങൾ കുഞ്ഞാവെ കാണാൻ പോയപ്പോൾ പറിച്ചോണ്ട് വന്ന. വാ നമുക്ക് ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാം. ചാമ്പയ്ക്ക എല്ലാം അരിഞ്ഞു വെച്ചു. ആ കൊള്ളാം. പൂമാലയോ നാരങ്ങാമാല. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ചാമ്പയ്ക്ക എല്ലാം കഴുകി അരിഞ്ഞു വെച്ചു. പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാളു. ഉണ്ട് മാളു ചാമ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പഠിക്കാൻ നിൽക്കുക. ഇനി എന്തോ ചെയ്യണം? നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കൂടുതൽ ഒഴിച്ചോണം കേട്ടോ. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അയ്യോ മാളു എടുക്കല്ലേ. ആ കടുവേ പൊട്ടിത്തെറിക്കും. നമ്മൾ കടുക് ഇട്ടു. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത എന്തോ ഇടുന്നേ അറിയാവോ? അടുത്തത് കരിവേപ്പില. എന്തോ ഇടുന്നേ? ആ കരിവേപ്പില കഴിഞ്ഞ പച്ചമുളക്. പച്ചമുളക് ഇടുമ്പോഴേ മാളു ഇച്ചിരി നീങ്ങി നിൽക്കും മാളു. ആ മാളുവിന് പേടിയാ. കടുക് പൊട്ടുന്നതിന് മാറിയില്ലോ വീടല്ലേ. മാറിക്ക് മാളു. മാളൊരു ചിരി വരുന്നു മുളകിട്ടപ്പോൾ. നീ ഇത് ഇളക്കണം കേട്ടോ മാളു. മുളക് വാടി കഴിയുമ്പോഴേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. ആളുകളിൽ നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ ആവശ്യത്തിന്. നല്ലോണം എരിവ് വേണം. പിന്നെ നമ്മൾ മാറിയില്ലേ. മുളക് പൊടി വലിച്ചു കയറ്റരുത്. വേണ്ട ഒരാൾ മുളക് പൊടി വലിച്ചു കയറ്റാൻ വന്നതാണ് കണ്ടോ. മുളക് പൊടി ഇട്ട് എന്തോ ചെയ്യണം? നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അല്ലേ. ഇനി ഉപ്പിടണ്ടായോ? ഉപ്പിങ്ങെടുത്തോ. അയ്യോ അത് താഴെപ്പോയി. അതെടുത്ത് മോളി വെച്ചേരെ. ഉപ്പിങ്ങിതാ. പെരമേടാ അത്രയും മതി. ഇടാം. ഇട്ടോ അത് കുഞ്ഞും കിട്ടോ. ഇതിനകത്തോട്ടിട്ടോ.
കൈ പൊള്ളിക്കാതെ ഇട്. ആ മതി, ഇനി ഇങ്ങോട്ട് ഞാൻ ഇട്ടോളാം. ആവശ്യത്തിന് ഉപ്പിടണം, കാര്യം ചാമ്പയ്ക്കൊക്കെ പുളിയുണ്ട്. ഇനി നമുക്ക് ഈ ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ മാളു. ചാമ്പയ്ക്ക ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഇളക്കണം. കുറച്ച് വലിയ തട്ട് എടുക്കാം. കരമ കാണാവോ? ഇങ്ങോട്ട് നോക്ക്. കാണാവോ? കരമ കാണാവോ? കാണാൻ പറ്റത്തില്ല പക്ഷേ എന്നാ ഈ ചട്ടി ഇത് ഇളക്കുന്ന എടുത്ത്. കണ്ടോ, നമ്മളെല്ലാ പൊടി ഇട്ടു. ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ മാളു. ആ അത് തന്നെ, മാളുവിനറിയാമല്ലോ. മാളു അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ടോ? മാളു അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ടോ? പിന്നെ എങ്ങനെ അറിയാം വഴറ്റി എടുക്കണമെന്നൊക്കെ? ആണോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാറൊക്കെ അടിപൊളിയായിട്ടിട്ടു. മാളുവിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്, കാണുന്നതും അവൾക്കൂടെ അതിനകത്ത് പങ്കെടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് നിർത്തി അതൊക്കെ കാണിച്ചു കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാമ്പയ്ക്ക വയറ്റിലോട്ടും പോയിട്ടുണ്ട് കേട്ടോ. ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് അത് തിന്നെങ്കിലും അവൾക്ക് വീണ്ടും ഇത് വേണമെന്നും പറഞ്ഞ് അതും കഴിച്ചു. അപ്പോൾ ഇനി നമ്മുടെ നന്ദൂസിൻ്റെ കുറച്ച് പരിപാടികൾ കാണാം. എല്ലാം പഠിക്കാൻ മൊബൈലും കൊണ്ടിരിക്കാതെ. പരീക്ഷ ഒന്നും കഴിഞ്ഞൊന്നുമില്ല, ഇനിയുണ്ട് പരീക്ഷ 2-3 കൂടെ. അവൻ്റെ ഒരു വീഡിയോ പിടുത്തം. എന്നാ ഫോട്ടോ എന്തായാലും മൊബൈൽ ഉപയോഗിക്കുമല്ലേ? പിന്നെ മൊബൈൽ പിന്നെ ഉപയോഗിക്കുമല്ലോ. നീ ഇപ്പം എന്തോ ചെയ്യുന്നേ? വേണ്ടേ ഗേസ്, നിങ്ങൾ തന്നെ പറ. ഇവൻ മൊബൈൽ ഉപയോഗിക്കുമല്ലോ, അത് ഇവൻ എന്തോ ചെയ്യുന്നത് ഇപ്പം? ഷേക്കോ? എന്തോ ഷേക്കാ? മിൽക്ക് ഷേക്കാണോ? നീ എന്തോ എൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്? വീഡിയോ എടുക്കുന്ന ഫോട്ടോ? ചുമ്മാ കണ്ട അയ്യോ, ഒറ്റ ഫോട്ടോയും കൂടി എടുത്തിട്ട് അതവിടെ കൊണ്ടുവച്ച് പോയിരുന്നു വല്ലതും പഠിച്ചോണം. ഓക്കെ? നോട്ട് സെറ്റോ? സെറ്റെന്ന് പറ, അല്ലെങ്കിൽ ഇപ്പം അമ്മ വരും. അതാ അമ്മ വന്നു. ഓടിക്കോ. വേണ്ട, അമ്മ അടിക്കാൻ വരുമ്പം പേടിച്ച് ചിരിക്കുന്ന മോൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണ്. എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കി. ഇത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടാബാണ്. എല്ലാത്തിനും അല്ല, നമ്മളൊരു ഐഫോണിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഐഫോണിൽ നിന്ന് വ്യത്യസ്തമല്ല. ഉണ്ടോ, ഇതാണ് ഗൈസ് ടാബ്. NKV-A1 ആണ്. ഞങ്ങളുടെ തന്നെ കമ്പനിയാണ്. ഉണ്ടോ, NKV-A1 ആണ്. A1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇനി A1, A2, A3 ഒക്കെ വരുന്നതാണ്. ആണോ? ആദ്യം തന്നെ ക്യാമറ അങ്ങ് തുടങ്ങിയേക്കാം. ഇത് ക്യാമറ ചെറുതാണെങ്കിലും 50 മെഗാ പിക്സൽ ഉണ്ട് സംഭവം. ഒരു 200x സൂമെങ്കിലും കാണും. ഇതാണ് ഫ്രണ്ട് ക്യാമറ. കണ്ട, എനിക്കിത് ഭയങ്കര സന്തോഷമാണ്. ഇനി ഞാൻ ഉണ്ടാക്കിയതിൽ ഇത് നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്ത സംഭവമാണ്. ഇനി അത് ഗൂഗിള്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഉണ്ട്. ഉണ്ടോ, ക്യാമറ വരെ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് സംഭവം. ഗെയിമൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറേ നാൾ കഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഭയങ്കര വേൾഡ്സ് തിന്നസ്റ്റ് ടാബാണിത്. നമുക്ക് സെർച്ച് നോക്കിയാൽ എന്താണ് കണ്ടോ, ഇത്രേ ഉള്ളൂ വണ്ണം. ഇത്രേ ഉള്ളൂ. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ കറക്കി എറിയാൻ പറ്റും.
അങ്ങനത്തെ ടൈപ്പാണ്. ടാബാ അത്, ചീത്തയായി പോവും. ഇല്ല അത് താഴെ വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. ടാബൊക്കെ എടുത്ത് നിലത്തടിക്കുന്ന നന്ദു. ഇല്ല. ഈ NKV എന്ന് പറഞ്ഞാൽ എന്തുവാന്നൂടെ പറ. ഈ NKVയുടെ അടുത്തെന്ന് പറഞ്ഞാൽ നന്ദു കവിത വ്ളോഗ്സ് എന്നാണ്. എന്നിട്ടേല് വേറെ ഇതൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൽഫബറ്റ് അല്ലേ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ, അപ്പം A1 A2 വരും. നിനക്ക് എവിടെ നടാ ഇങ്ങനത്തെ ഈ പേപ്പർ വെച്ചും അതേപോലെ ഇന്നലെ ചെയ്തില്ലേ ആ വീഡിയോയും ഒക്കെ നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിയത് എവിടുന്നാ? ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ടാണോ അതോ? അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ വെറുതെ സമയം വെറുതെ ഇരിക്കുമല്ലോ, ഒരു മനുഷ്യനായ വെറുതെ ഇരിക്കാൻ സമയം ചിലവരൊക്കെ അങ്ങനെ ഇരിക്കുന്നിരിക്കും. ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ പേപ്പർ കണ്ടാൽ ഈ പേപ്പർ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതോ അതേപോട്ട് ഈ ഇങ്ങനത്തെ ടാബോ ലാപ്ടോപ്പോ അങ്ങനെ വല്ലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നീ ഇന്നാളൊരു സാധനം ഉണ്ടാക്കിയില്ലായിരുന്നു, എന്തോ എൻ്റെ പേര്, ഒരു ചക്രം പോലത്തെ ബേബ്ലേഡോ? നിഞ്ച ബ്ലേഡ്. അത് തന്നെ, നിഞ്ച ബ്ലേഡ്. അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പേരമ്മ ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ സെൽഫി ക്യാമറ എടുത്ത് ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഇന്ന് വീഡിയോ എടുക്കും. സെൽഫി ക്യാമറ എടുത്തിട്ടാണ്. അപ്പം പേരമ്മ എന്നോട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പേരമ്മയാന്ന് തോന്നുന്നു, അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അപ്പോൾ പേരമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാ നീ ചെയ്താൽ നമുക്ക് ചാനലിലിടാമല്ലോ, ഇങ്ങനെ സെൽഫി ക്യാമറ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചാനലിൽ തന്നെ നേരിട്ടിടാമല്ലോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയത്, ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയെ ശരിക്കും നമ്മുടെ ട്രയൽ വീഡിയോ അല്ലായിരുന്നോ? ട്രയൽ എന്നിട്ട് ഇത് തുടക്കം. നീ ആ വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്താ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആദ്യം എടുക്കണമെന്നില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞാലും പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങ്. ഇനി അടുത്ത എന്തോ പരിപാടി, ഇനി എന്തോ ഉണ്ടാക്കുന്നത്? അടുത്തെന്ന് പറയുമ്പം നമ്മൾ ഇതിൻ്റെ A2 ഉണ്ടാക്കാൻ പോണേ. അല്ലാതെ വേറെ വെറൈറ്റി ഇതിപ്പോ എന്തോ ഇതിന്റെ പേരെന്തോ ടാബ്. ഇത് ടാബ്. അടുത്ത ചിലപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഉണ്ടാകും. അങ്ങനെ ഓരോന്ന്. അടുത്ത നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം, ലാപ്ടോപ്പ് ഉണ്ടാക്കണോ അതോ ഐഫോൺ അല്ലാതെ ഇങ്ങനത്തെ ഫോൺ ഉണ്ടാക്കണമെന്ന്. എൻ്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണെന്നും കൂടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയവർ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ 8500 സബ്സ്ക്രൈബേഴ്സും കൂടി ആയിട്ടുണ്ട്. ഇനി 1500 കൂടെ ആയ 10K സബ്സ്ക്രൈബേഴ്സ് ആവും. അതിനും കൂടെ നിങ്ങൾ സഹായിക്കുക. അതെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷന് ഞെക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നമ്മുടെ മാളുക്കുട്ടിയുടെ ചാമ്പയ്ക്ക തീറ്റയും ചാമ്പയ്ക്ക അച്ചാറിടലും പിന്നെ നന്ദൂസിൻ്റെ ടാബ് ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. നന്ദൂസിൻ്റെ ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഞാനൊരു രസത്തിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ. ഇതൊക്കെ ഒരു കളിയായിട്ട് തമാശയായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ, അവൻ്റെ ഓരോരോ വിനോദങ്ങൾ. അവനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞിടാ എന്നാൽ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാം, നീ നേരെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുത്താലും ഇല്ലല്ലോ അവനിങ്ങനത്തെ ഒരുപാട് കിടിപിടികളൊക്കെ ഉണ്ടാക്കും. അവൻ്റെ റൂമിൽ നിറച്ചിരിപ്പുണ്ട് ഇതുപോലെ അവൻ ഉണ്ടാക്കിയ ഓരോന്നും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.